നമസ്കാരം. സ്റ്റാർട്ട് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രമേഹം. പ്രത്യേകിച്ചും മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്ന ഒരു രോഗം കൂടിയാണത്. എന്താണ് പ്രമേഹം? പ്രമേഹം നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം. കൂടുതലായിട്ടും ഒരു 45 വയസ്സ് ശേഷമാണ് പ്രമേഹം കണ്ടുവരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രമേഹം വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രമേഹം, എങ്ങനെയാണ് ഇത് ബോഡിയിൽ വർക്ക് ചെയ്യുന്നുള്ളതെന്ന് വെച്ച് നോക്കാം. നമുക്കറിയാം, നമ്മുടെ പാൻക്രിയാസിലാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ടൈപ്പ് 2 പ്രമേഹം രോഗികൾക്ക് പാൻക്രിയാസിലെ സെക്രേഷൻ ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്, നമുക്ക് എനർജി കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസായിട്ട് മാറുന്നു, വിഘടിച്ച് ഗ്ലൂക്കോസായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ബൈൻഡ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ആവേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്, നമ്മളൊരു പ്രമേഹ രോഗിയായി മാറുന്നത്. പ്രമേഹം 2 തരത്തിലുണ്ട്: ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം. മാഡം, എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്? അതെ, നമുക്ക് ഡയബറ്റിക് തുടങ്ങാൻ വർഷങ്ങൾക്ക് മുമ്പ് വരുന്നൊരു സ്റ്റേജാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് അനുഭവപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ കഴുത്തിന് ബാക്കിൽ ഒരു കളർ ചേഞ്ചസ് വരിക, അതുപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൽ ആംപിറ്റ്സിലൊരു ഡാർക്ക് ഷെയ്ഡ് വരിക, അതുപോലെ തന്നെ നമ്മുടെ മുട്ടുകളിലൊക്കെ, കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ കളർ ചേഞ്ചസ് തുടങ്ങുക, ഡാർക്ക് കളർ വരികയാണ് പ്രധാനമായിട്ടും നമുക്ക് തോന്നുക. അതുപോലെ തന്നെ വിശപ്പ് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുക, സാധാരണഗതിയിൽ നിന്ന് നമുക്ക് വിശപ്പ് വളരെ കൂടുതലായിട്ട് തോന്നുക, അതാണ് പ്രധാനമായിട്ടും പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമുക്ക് തോന്നുന്നത്. ഇനി ഒരു രോഗി പ്രമേഹ രോഗി ആയി കഴിഞ്ഞാൽ, അതായത് ഡയബറ്റിസ് ആയി കഴിഞ്ഞാൽ തോന്നുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളദാഹം വളരെയധികം കൂടുതലായിരിക്കും. അവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ദാഹം, ചുണ്ട് വരൾച്ചയൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ രാത്രിയിൽ കുറേ അധികം സമയം യൂറിൻ പാസ് ചെയ്യുക, അതായത് 3-4 വട്ടമൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ള ടെൻഡൻസി. അതുപോലെ തന്നെ വളരെയധികം ക്ഷീണം അവർക്ക് അനുഭവപ്പെടുക, എപ്പോഴും നമുക്കൊരു കിടക്കണം എന്നുള്ളൊരു തോന്നലായിരിക്കും, ഒരു മടി, അലസത, ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ഒരു പ്രമേഹ രോഗിക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. മിക്കവരും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളത് ഇഗ്നോർ ചെയ്യാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പ്രമേഹം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ജീവിതശൈലി തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് പണിയെടുക്കും. കർഷകരും അവരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വയലിലും പറമ്പിലും ഒക്കെ ഒത്തിരി പണിയെടുക്കുന്നവരാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഓഫീസ് വർക്കാണ്, ഓക്കെ, നമുക്ക് എപ്പോഴും സുഖം, ആ ഒരു രീതിയിലാണ് നമ്മളിരിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് ഭക്ഷണവും കഴിക്കും. അത് അരിയാഹാരത്തിൻ്റെ അളവ് നമ്മൾ കൂടുതൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പിന്നെ വ്യായാമക്കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു ഡയറ്റ് രീതി ഉണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു രീതിയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു 2 വർഷം വരെയുള്ള പ്രമേഹം നമുക്ക് റിവേഴ്സ് ചെയ്യാം. പൂർണ്ണമായിട്ട് നമുക്ക് പ്രമേഹത്തിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ വരുന്ന ഇതിൽ പറയാം. പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹ രോഗികൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അന്നജം, അരിയാഹാരമാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തത്. അതിപ്പോൾ 3 നേരം എന്നുള്ളത് നിങ്ങൾ എന്തായാലും നമുക്ക് പാടായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ അരിയാഹാരം കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരു നേരത്തിലോട്ട് കുറയ്ക്കുക അരിയാഹാരം. ഉച്ചയ്ക്ക് മാത്രം ഒരു അരിയാഹാരം കഴിക്കാം. മറ്റ് 2 സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻസും അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ ആനിമൽ സോഴ്സാണ്. അതായത് നമുക്ക് ചിക്കൻ, മീൻ, മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കടല, പരിപ്പ്, പയർ, നട്ട്സ്, പിസ്ത, ബദാം, കാഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു പ്രമേഹ രോഗി ഡെയിലി കഴിക്കാനുള്ള ഒരു ആഹാര രീതിയെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം എഴുന്നേറ്റ ഉടനെ നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. അപ്പോൾ 8 മണിയാകുമ്പോൾ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കുറച്ച് വെജിറ്റബിൾസും എടുത്ത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒത്തിരി പഴുക്കാത്ത പഴങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് പേരയ്ക്ക, പപ്പായ, അങ്ങനെ എന്തെങ്കിലും ഒത്തിരി പഴുക്കാത്ത പഴങ്ങൾ എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്കത് കഴിക്കാം. അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നട്ട്സ്, പിസ്ത, ബദാം, കാഷ്യൂ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാം. ഒരു ദോശ, ഒരു പയറിട്ടിട്ടുള്ളൊരു ദോശയോ റാഗിയുടെ എന്തെങ്കിലും ഒരു ദോശയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ദോശ മാത്രം ഉൾപ്പെടുത്തുക. അരിയാഹാരം കുറയ്ക്കുക. അരിയാഹാരം വേണ്ട. അതുപോലെ 11 മണിയാകുമ്പോൾ നമുക്കൊരു വിശപ്പ് വരും, നമ്മൾ കുറച്ച് ഭക്ഷണമല്ലേ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജ്യൂസ്, ഒരു വെജിറ്റബിൾ ജ്യൂസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു കുമ്പളങ്ങ ജ്യൂസോ, ഒരു നെല്ലിക്ക ജ്യൂസോ, ഒരു പാവയ്ക്ക ജ്യൂസോ, അങ്ങനെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഉച്ചയ്ക്കാകുമ്പോൾ നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം. ചോറെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ ചോറ്. നമ്മളൊരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ 30% മാത്രം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അരിയാഹാരം. 3 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ചോറ് മതി. ബാക്കി പോർഷനിൽ വെജിറ്റബിൾസ് ആയിരിക്കണം. കട്ട് വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്ത് എന്തൊക്കെയാണ്, കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഒനിയൻ, തക്കാളി, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം ഒരു പോർഷനിൽ ഇരിക്കട്ടെ. എന്നിട്ട് പ്രോട്ടീൻസ്, കുറച്ച് മീനോ മുട്ടയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ നമുക്ക് 3 രീതിക്കുള്ള ഭക്ഷണങ്ങളുമായി, പ്രോട്ടീൻസും കാർബും ഫാറ്റും ഒക്കെ. ഇത്രയും നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പോർഷൻ നന്നായിട്ട് കട്ട് ചെയ്ത് വേണം കഴിക്കാൻ. അപ്പോഴത്തേക്കും നമുക്ക് വയറ് വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ പോർഷൻസ് കട്ട് ചെയ്ത് കഴിക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് കറികൾ എടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഹെൽത്തി ആയിട്ട് നമ്മൾ ഒരുപാട് വറുത്ത് കോരാനുള്ള കറികൾ ഉണ്ടാക്കും. തോരനൊക്കെ തേങ്ങയൊക്കെ ഒരുപാട് മൂപ്പിക്കാനുള്ളത് എന്തൊക്കെയാണ്, സാമ്പാർ, അവിയൽ, മെഴുക്കുപുരട്ടി, തോരൻ, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലഞ്ച് നമുക്ക് വയറ് ഫുള്ളാവും. അപ്പം നമ്മൾ അടുത്ത് 4 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു വിശപ്പ് തുടങ്ങും. അന്നേരം നമ്മൾ എന്ത് വെച്ചാൽ ഒരു ഗ്രീൻ ടീയോ ഒരു കട്ടനോ അങ്ങനെ എന്തെങ്കിലും മധുരം ഇല്ലാണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ പനങ്കർക്കണ്ടോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അല്ലാണ്ട് നമ്മൾ മധുരം, വെള്ള പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് രാവിലെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സ്, പിസ്ത, ബദാം, കാഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് 5 വെച്ച് എടുത്താൽ മതി, ഒരു ചെറിയ ബൗളിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ സീഡുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതായത് പംകിൻ സീഡ്, ലോട്ടസ് സീഡ്, മക്കാന എന്ന് പറയും, നമ്മുടെ താമരയുടെ വിത്തൊക്കെയാണ്. അല്ലെങ്കിൽ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനത്തെ കുറേ സീഡുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു 5 സീഡ് ഒരു പിടി വീതം എടുത്ത് ഒരു ബൗൾ നിറച്ച് കഴിച്ചാലും മതി. അപ്പോഴേക്കും 4 മണിക്കുള്ള ഭക്ഷണം നമ്മളൊരു സ്നാക്സ് രീതിയിൽ അത് കഴിക്കാം. ഇനി നമുക്ക് ലേറ്റായിട്ടിൽ ഒരിക്കലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. അതായത് ഒരു 7 മണി മുതൽ 8 മണി വരെ, 7 to 8 ആ സമയത്തിനകത്ത് ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതും നമ്മൾ ശ്രദ്ധിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കാനുള്ളത് രാത്രിയിലെ ഭക്ഷണത്തിനാണ്. നമ്മൾ അപ്പോഴും എല്ലാ വട്ടം നമ്മൾ കഴിക്കുമ്പോഴും വെജിറ്റബിൾസ് ഒരു 1/2 പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു 1/4 പ്ലേറ്റ് നമുക്ക് വെജിറ്റബിൾസ് ആയിരിക്കണം. അപ്പോഴും അതുപോലെ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് ചിക്കനോ മീനോ മുട്ടയോ കഴിക്കാം അതിൻ്റെ കൂടെ. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗ്രില്ല് ചെയ്തതോ എയർ ഫ്രൈ ചെയ്തതോ ആയിട്ടുള്ള ചിക്കൻ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേവിക്കുന്ന ചിക്കനോ കറി വെച്ച ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഒരു 3-4 പീസ് നമുക്ക് എടുക്കാം. അതോടൊപ്പം സാലഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, ചിക്കൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഫിഷ് ആവട്ടെ, നല്ല എന്തെങ്കിലും ഒരു ഫിഷ് വാങ്ങുക, അതൊരു 3-4 പീസ് ഇതുപോലെ എയർ ഫ്രൈ ചെയ്തതോ ഗ്രില്ല് ചെയ്തതോ ഫിഷ് മോളി ഉണ്ടാക്കുന്നതോ കറി വെച്ചതോ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ മുട്ട ഓംലേറ്റ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അതിലിട്ട് തന്നെ നമുക്കൊരു 2-3 മുട്ട നല്ല രീതിക്ക് ഒരു ഓംലേറ്റ് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറും. അത്രയും മതി നമുക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കൂടെ കുടിച്ചിട്ട് നമുക്ക് ഉറങ്ങാം. ഇതായിരിക്കണം ഒരു നല്ലൊരു ഡയറ്റ് എന്ന് പറയുന്നത്, ഷുഗർ പേഷ്യൻസിൻ്റെ ഡയറ്റ്. മാം പറഞ്ഞായിരുന്നല്ലോ വൈറ്റ് ഷുഗർ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഈ ശർക്കരയോ ഹണിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാമോ? അതെ, ശർക്കര ഹണി എന്ന് പറയുമ്പോൾ നമുക്ക് ശർക്കര വേണ്ട, അത് ഷുഗർ പ്രശ്നമാണ്. നമ്മൾ കരിമ്പിൽ നിന്നാണല്ലോ എടുക്കണേ. നമുക്ക് സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു പൗഡർ കിട്ടും ഇപ്പോൾ. അതൊരു പ്ലാന്റിൻ്റെ ലീഫ് പൗഡർ ആക്കിയിട്ട് വരുന്നതാണ്. എല്ലാ മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റീവിയ പൗഡർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പനങ്കർക്കണ്ട് നമുക്കൊരു ചെറിയ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹണിയും വല്ലപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതും ഫ്രക്ടോസ് ആണ്, അധികമായിട്ട് പാടില്ല. എല്ലാം മിതമായ അളവിൽ, അതായത് ആഴ്ചയിൽ ഒരു 2-3 ദിവസങ്ങളിൽ ഉപയോഗിക്കാം. എല്ലാം മാറി മാറി ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ മാം. മാഡം, എത്രയാണ് നോർമൽ ഷുഗർ വാല്യൂ എന്ന് പറയുന്നത്? നമ്മൾ ഫാസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മൾ ആഹാരത്തിന് മുമ്പ് 8 മണിക്കൂർ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നിട്ട് രാവിലെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 100-നുള്ളിൽ വരുന്നതാണ് ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി PPBS, അതായത് നമ്മൾ ആഹാരത്തിന് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗർ വാല്യൂ 140-നുള്ളിൽ വരുന്നതാണ് ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി RBS ഉണ്ട്. RBS എന്ന് പറഞ്ഞാൽ റാൻഡം ബ്ലഡ് ഷുഗർ ആണ്. എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യം പോലെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റ്, അതായത് നമ്മളിപ്പോൾ സമയമൊന്നും നോക്കാതെ PPBS-നും ഫാസ്റ്റിങ്ങിനും ഒക്കെ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത് റാൻഡം എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ ഒരു 180-നുള്ളിൽ നിൽക്കുന്നതാണ് നോർമൽ എന്ന് പറയുക. ഇതൊന്നുമല്ല, നമ്മൾ ഷുഗർ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഷുഗറിൻ്റെ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. 3 മാസത്തിൽ ഒരിക്കലാണ് ഈ ഒരു HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ വാല്യൂ വരേണ്ടത് 5.7, അതിനുള്ളിലാണ്. ചില ലാബുകൾ അനുസരിച്ച് അതിലൊക്കെ ചെറിയ റെഫറൻസ് റേഞ്ചിന് വ്യത്യാസം വരും. ഓരോ ലാബും ഓരോ രീതിയാണ്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5.7-നുള്ളിൽ നമ്മുടെ HbA1c നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു 9-8 ആ ഒരു റേഞ്ചിൽ HbA1c പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രമേഹ രോഗം കാഠിന്യത്തിൽ നിൽക്കുന്നു, അപ്പോൾ വളരെ കൂടുതലാണെന്നാണ് അർത്ഥം.
ഒരു 5.7 5.6 റേഞ്ച് ആണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രമേഹത്തിലോട്ട് പോകാമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ഒരു രീതി നോക്കിയതിന് ശേഷമാണ് നമ്മുടെ പ്രമേഹത്തിൻ്റെ തോത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ പ്രമേഹം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാസ്റ്റിങ്ങും PPBS ഒക്കെ നമ്മൾ തലേദിവസം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ HbA1c എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് നമ്മൾ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ളൊരു ടെസ്റ്റ്, അതായത് ഓറൽ GTT എന്ന് പറയും. നമുക്ക് 75 ഗ്രാം ഒരു ഗ്ലൂക്കോസ് തരും, അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കണം. കുടിച്ചിട്ട് ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീണ്ടും അത് ടെസ്റ്റ് എടുക്കും. ആ ഒരു ടെസ്റ്റ് റേഞ്ചും 160-നുള്ളിൽ വരണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രമേഹ സാധ്യത അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഷുഗർ രോഗികൾക്ക് ചെയ്ത് നോക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സാധാരണയായി പ്രമേഹമുള്ളവരുടെ മക്കൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും 99% അച്ഛനും അമ്മയ്ക്കും പ്രമേഹ രോഗം ഉണ്ടെങ്കിലും മക്കൾക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമുക്കറിയാം അത് ജീൻസ് വഴി കിട്ടുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എന്തായാലും വരും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 40 വയസ്സിൽ വരാനുള്ളത് ഒരു 60 വയസ്സ് വരെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ശ്രദ്ധിച്ചോ? നമ്മൾ നല്ല രീതിക്ക് ഡയറ്റും കൺട്രോൾ ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഡ്യൂറേഷൻ ഒന്ന് നല്ല രീതിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. മേഡം ഇപ്പോൾ പറഞ്ഞല്ലോ വ്യായാമം പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. എത്രത്തോളം നമുക്ക് പ്രമേഹത്തെ വ്യായാമം കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രമേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു 5 വർഷത്തിനുള്ളിൽ വരെയുള്ള പ്രമേഹം എക്സസൈസും ഡയറ്റും കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പലരും പറയാറുണ്ട്, പല ഡോക്ടേഴ്സും പറയും പ്രമേഹം വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് മരുന്ന് കഴിക്കാൻ നമുക്കൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും തെറ്റാണ്. 5 വർഷം വരെ നമുക്ക് സ്ട്രിക്റ്റ് ഡയറ്റും എക്സസൈസും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഡെയിലി ഒരു മണിക്കൂർ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യാം. അത് പാരമ്പര്യമായി കിട്ടുന്ന പ്രമേഹമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിട്ടയായ രീതിയിലൊരു എക്സസൈസും അതുപോലെ തന്നെ ഭക്ഷണക്രമവും കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഭക്ഷണക്രമം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എക്സസൈസിനെ കുറിച്ച് ഞാൻ പറയാം. റെഗുലറായിട്ടൊരു 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ചിട്ടയായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയും വേണം. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 5 മുതൽ 6 ദിവസമെങ്കിലും. ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, കുഴപ്പമില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും എക്സസൈസുകൾ ചെയ്യണം. അതിപ്പോൾ വേഗത്തിലുള്ള നടത്തമാണെങ്കിൽ അങ്ങനെ, മസിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ചെയ്യാനുള്ള എക്സസൈസ് ആണെങ്കിൽ വളരെ നല്ലത്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പലതരം എക്സസൈസുകളുണ്ട്. കാഫ് സ്ട്രെങ്തനിങ്, അതായത് കാൽവണ്ണയുടെ മസിൽ സ്ട്രെങ്തൻ ആക്കാനുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ട് കാലുളുപ്പൂറ്റി താഴോട്ട് മുകളിലോട്ട് ആക്കുന്ന എക്സസൈസാണ്. അത് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റും, നിന്നുകൊണ്ട്, അങ്ങനെ പല ടെക്നിക്സ് ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താലോ യൂട്യൂബ് നോക്കിയാലോ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. വീട്ടിൽ തന്നെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പുറത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിലുള്ള ഒരു നടത്തം, കൈവീശിയുള്ള വേഗത്തിലുള്ള നടത്തം ഒരു 1 മണിക്കൂർ നടന്നാലും മതി. അല്ലെങ്കിൽ ജിം വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെറിയ ഡംബൽസുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ ബൈസെപ്സ് പോലുള്ള മസിൽസിന് സ്ട്രെങ്തനിങ് ആവും. അപ്പോൾ നമുക്ക് ഡംബൽസ് വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളൊരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അത് എടുത്താലും മതി. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസുകളുണ്ട്, എയറോബിക് എക്സസൈസുകളായിട്ട്, അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സസൈസുകളും ധാരാളമായിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഒരു 1 മണിക്കൂറെങ്കിലും. ഈവൻ ഇപ്പോൾ പുഷപ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിപ്പം നമ്മൾ ജിമ്മിൽ പോയി ചെയ്യണമെന്നൊന്നുമില്ല, ഫ്ലോറിൽ കിടന്നിട്ട് നമുക്ക് പുഷപ്സ് ചെയ്യാം. വോൾ പുഷപ്സ് ഉണ്ട്, ചുമരിൽ നിന്നിട്ട് നമുക്ക് പുഷപ്സ് ചെയ്യാം. അങ്ങനെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ വേഗത്തിലുള്ള നടത്തമായിട്ടോ ഓട്ടമായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് നമ്മൾ 1 മണിക്കൂർ നിർബന്ധമായിട്ടും ചെയ്യുക. പ്രമേഹം കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യാം? തീർച്ചയായിട്ടും, പിന്നെന്താണ്, ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്താണ് ഈ ടൈപ്പ് 2 പ്രമേഹം എന്ന് മേഡം പറഞ്ഞില്ലേ? ടൈപ്പ് 2 പ്രമേഹം നമുക്ക് 2 രീതിയിലാണ് പ്രമേഹം വരുന്നത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, മറ്റൊന്ന് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കൂടുതലും കുട്ടികൾക്ക് വരുന്ന ഒരു തരം ഡയബറ്റീസ് ആണ്. അതായത് എത്ര വയസ്സ് മുതൽ അത് വരുന്നത്? ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവാം. കൂടുതലും 10-12 വയസ്സാകുമ്പോഴാണ് നമ്മളത് കണ്ടുപിടിക്കുന്നതെന്ന് മാത്രം. അതായത് നമ്മുടെ പാൻക്രിയാസ്, എല്ലാവർക്കും അറിയാം, പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട് നമുക്ക്, ഒരു സോഫ്റ്റ് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവയ്ക്ക വലുപ്പത്തിലുള്ളൊരു ഓർഗൻ. ആ ഓർഗനിൽ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ തീരെ ഉണ്ടാവില്ല. അവർക്ക് ഈ പാൻക്രിയാസിൽ ബീറ്റാ സെൽസ് വർക്ക് ആവാണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ടൈപ്പ് 1 പ്രമേഹം വരുന്നത്. പക്ഷെ അവർക്ക് ചെയ്യാനായിട്ട് ഇൻസുലിൻ നമ്മൾ എടുക്കുക, അത് 3-4 വട്ടം വെച്ച് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഒരു വഴി എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഭക്ഷണ രീതി കൊണ്ട് വരുന്നതല്ല അവർക്ക്. ഇനി ടൈപ്പ് 2 ആവട്ടെ 90% രോഗികൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരാണ്. ടൈപ്പ് 1 വളരെ 100-ൽ 1 എന്നുള്ള കണക്ക് അല്ലെങ്കിൽ 1000-ൽ 2 എന്നുള്ള കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് നമുക്ക് വരുന്നത്. അത് ജനറ്റിക്കലി വരാൻ സാധ്യതയുണ്ടെങ്കിലും ഈ നേരത്തെ ഇത് വരുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ടിട്ടാണ്. അപ്പോൾ അത് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സസൈസും ഡയറ്റും ഒക്കെ പറയുന്നത്. ഇനി എന്താണ് ടൈപ്പ് 2 ഡയബറ്റീസ് നോക്കാം. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ അത് വേണ്ട വിധത്തിൽ ബോഡി അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ആവശ്യത്തിൽ അധികം കാർബ് കഴിക്കുമ്പോൾ ഊർജ്ജം അധികമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട ഒരു അളവിൽ ഊർജ്ജം മതി. അപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ഒരു ദോശയാണെങ്കിൽ നമ്മൾ 3-4 ദോശ കഴിക്കും. അപ്പോൾ ഒരു ദോശയിലുള്ള ഊർജ്ജം നമ്മുടെ സെല്ലുകൾ കോശങ്ങൾക്ക് മതിയാവും. ബാക്കിയുള്ളത് എന്താ പറ്റുക വെച്ചാൽ ബ്ലഡിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് നമുക്ക് ഇൻക്രീസ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മെക്കാനിസം ചെറുതായിട്ടെന്ന് പറയാം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണം നമ്മളത് ഊർജ്ജമായിട്ട് മാറ്റുക ചെയ്യുന്നത്. ശരീരം തന്നെ അതിനെ ഊർജ്ജമായിട്ട് മാറ്റും. അതായത് ഗ്ലൂക്കോസിനെ കൊണ്ടുപോകുന്ന ക്യാരിയറാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്, ഒരു ഹോർമോണാണ്. അപ്പോൾ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലൂക്കോസിന് കോശങ്ങൾക്കുള്ളിൽ കടന്നു പോകാൻ പറ്റുള്ളൂ, ബൈൻഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസുലിൻ വേണ്ട രീതിയിൽ ക്വാളിറ്റി വേണം അതിന്, അല്ലെങ്കിൽ അത് ബൈൻഡ് ആക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ ഇൻസുലിൻ നമുക്ക് ആവാത്ത വരുമ്പോഴാണ് നമുക്ക് ടൈപ്പ് 2 പ്രമേഹം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കോശങ്ങൾക്കുള്ളിൽ ഈ ഇൻസുലിൻ നമുക്ക് എനർജീനെ കടത്തിവിടാൻ പറ്റാണ്ട് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു കണ്ടീഷനിലാണ് ഈ ടൈപ്പ് 2 പ്രമേഹം നമുക്ക് വരുന്നത്. മാഡം, ഈ പ്രമേഹ രോഗികൾ എപ്പോഴാണ് ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ടത്? ഇതിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ്. പ്രമേഹ രോഗികൾ ഗുളിക എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും കൺട്രോൾഡ് അല്ല. നമ്മൾ ഡയറ്റ് നോക്കിയിട്ടും, ഡയറ്റ് നോക്കിയാൽ ഒരു 90% നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ അത് ഞാൻ പറഞ്ഞില്ല, ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളുടെ ഒരു 10 വർഷം 15 വർഷമൊക്കെ ഷുഗർ തുടങ്ങിയിട്ട് അന്നേരം നമ്മൾ ഈ പോയി ഡയറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടാണ് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ഡയറ്റ് നോക്കിയാലും പെട്ടെന്ന് കൺട്രോൾ കൊണ്ടുവരണമെന്ന് പറ്റില്ല നമുക്ക്. ആ ഒരു സമയത്ത് നമുക്ക് ഗുളികയുടെ ആവശ്യമുണ്ട്, ഇല്ലയെന്ന് പറ്റില്ല. ഇൻസുലിൻ ആണവട്ടെ നമുക്ക് HbA1c വാല്യൂസൊക്കെ ഒരു 8-9 കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇൻസുലിൻ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ അപ്പോഴും നിങ്ങൾ ഇൻസുലിൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞൊരു രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗുളികയിലോ ഇൻസുലിനെയോ സപ്പോർട്ട് എടുക്കാമെന്ന് മാത്രമേ, അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ആ ഒരു രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് നമ്മൾ ഈ ഷുഗർ കണ്ട ഉടനെ ടാബ്ലറ്റ് കൊടുത്ത് കുറയ്ക്കുക. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചു ഒരു 6-7 മാസം കഴിയുമ്പോൾ എന്താ പറ്റുക, ഇത് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. ഇതിൻ്റെ ഡോസ് കൂട്ടിക്കൂട്ടിയേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ഭൂരിഭാഗം പ്രമേഹ രോഗികൾക്കും മരുന്ന് കഴിച്ച് അവരൊരു 1 വർഷം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ? അത് പാടാണ്. അതെന്ന് വെച്ചാൽ 5 വർഷം അകത്ത് കഴിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യം നമ്മളൊരു 6 മാസം 1 വർഷമൊക്കെ നമ്മൾ ഗുളിക കഴിക്കുമായിരിക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാമെന്ന്. പക്ഷേ ഇത് കുറയ്ക്കാൻ പറ്റില്ല. നമ്മളിതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടായിരിക്കുന്നത്. പ്രമേഹ രോഗികളുടെ ചോദിച്ചാൽ അറിയാം. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തത് ഒരു 500 ആയിരിക്കും, മെറ്റ്ഫോമിൻ 500 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കൂടിയ ഡോസിലാണ് പോകുന്നത്. അതിപ്പോൾ 1000 തന്നെ 3 നേരം വെച്ച് എടുക്കേണ്ടി വരും. ഇൻസുലിനും ഗുളികയും കൂടെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയുന്നു, പ്രമേഹം തുടങ്ങി ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഒരു HbA1c ഒരു 8-9 വരയ്ക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. 10-13 അങ്ങനത്തെ രീതിയിൽ പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ആദ്യമേ ഈ ഡയറ്റും കഴിക്കുന്ന ഇൻസുലിനും എല്ലാം നിർത്തിയിട്ട് ഒരു ഡയറ്റിലോട്ട് വരാൻ പറ്റില്ല. ഡയറ്റും മരുന്നുകളും കൂടെ കൊണ്ടുവന്ന് മരുന്നിൻ്റെ ഡോസ് കുറച്ച് മാത്രമേ നമുക്ക് ടാപ്പർ ചെയ്യാൻ പറ്റുള്ളൂ. ഗുളികയും ഇൻസുലിനും രണ്ടും ഒരുമിച്ച് ആവശ്യമാണോ? ചില കണ്ടീഷൻസിൽ അങ്ങനെ ഡോക്ടേഴ്സ് കൊടുക്കും. അത് അത്രയും സിവിയർ ആയിരിക്കും അവരുടെ HbA1c ഒക്കെ 13-ലും കൂടുതലായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിൽ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലിനും ഒന്നും നമുക്ക് അന്ന് നിർത്താൻ പറ്റില്ല ഉടനെ ഒന്നും. ഡയറ്റൊക്കെ നോക്കി എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ കണ്ടീഷൻ നോക്കണം. ബെഡ് റിഡൻ ആണ്, അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് മാഡം? ഗുളികകൾ എടുക്കുമ്പോൾ നമുക്കറിയാം കിഡ്നി ഡാമേജ് ആണ് എല്ലാവരും പറയുക. കിഡ്നിക്കും ലിവറിനും അത് ദോഷകരമായിട്ട് ബാധിക്കും. കാരണം ഈ ഒരു ടോക്സിൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കിഡ്നി ആണല്ലോ. കിഡ്നി ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും എന്തായാലും. മാഡം, പ്രമേഹം ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ ഏതൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളെ അത് ബാധിക്കും? പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ കാലുകളിലെ ഞരമ്പുകളെ, കൈകളിലെ ഞരമ്പുകളെ ആദ്യം പ്രമേഹം ബാധിച്ചു കൊടുക്കുക. അതായത്
ഒരു ഡയബറ്റിസ് പേഷ്യൻസിനോട് നമ്മൾ ചോദിച്ചാൽ ഒരു 6 വർഷം കഴിയുമ്പോൾ അതിപ്പോൾ കൺട്രോൾഡ് ആണെങ്കിലും അല്ലെങ്കിലും ചെറിയ രീതിക്ക് ബാധിച്ച് തുടങ്ങും ഞരമ്പുകളെ. അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഒരു 5 വർഷം ആകുമ്പോൾ തന്നെ നമുക്ക് കൈക്കും കാലിനും മരപ്പ്, തരിപ്പ്, കഴപ്പ്, അതായത് നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുക. രാത്രിയിലാണ് കൂടുതൽ ഈ പ്രശ്നം കൂടുന്നത്. നല്ല മരവിപ്പായിരിക്കും, കാല് വിരലുകൾക്കും തരിപ്പും കഴപ്പൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഷോൾഡറിന് പെയിൻ വരിക, കൈക്കും തരിപ്പ് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 വർഷം വരെ ഒരു പ്രശ്നം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതിക്ക് ഷുഗർ കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ 10 വർഷം വരെ പ്രശ്നമൊന്നും വരില്ല. കൺട്രോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഒരു 6 വർഷം ആകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടായി. ആദ്യം ഞരമ്പുകളെ ബാധിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഡ്നികളിലോട്ട് വരാം. അപ്പോൾ ഞരമ്പുകളുടെ കാര്യം ഞാൻ പറയാം. നമുക്ക് ഞരമ്പുകളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓയറിൽ ഒരു ഇൻസുലേഷൻ ചുറ്റിയിരിക്കുന്ന പോലെയാണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞരമ്പുകൾക്ക് ആ ഒരു നല്ലൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീജനറേഷൻ, അതായത് ആ ഒരു ഞരമ്പിൻ്റെ കോട്ടിംഗ് നശിച്ചു തുടങ്ങുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻസേഷൻ തീരെ ഉണ്ടാവില്ല ലാസ്റ്റ് ആകുമ്പോൾ. അതായത് നമ്മൾ നിലത്ത് ചവിട്ടുമ്പോഴും പഞ്ഞിയിൽ ചവിട്ടുന്ന ഒരു ഫീലായിരിക്കും, നമ്മൾ മറിഞ്ഞ് പോകും. അതുപോലെ തന്നെ ചൂടുവെള്ളം വീണാലും എന്തെങ്കിലും മുറിവ് പറ്റിയാലൊന്നും നമ്മൾ അറിയില്ല. ചിലപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ കാലെന്തെങ്കിലും തട്ടിയിട്ട് കൊണ്ടിട്ട് മുറിയും കേട്ടോ. അപ്പോൾ ഈ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പറയണേ ഇതേ കാല് മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് അത്രയും സെൻസേഷൻ ഇല്ല, അവർക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ വരെ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കാലുകൾ സൂക്ഷിക്കുന്നതൊക്കെ വളരെ നല്ല രീതിക്ക് സൂക്ഷിക്കണം. എന്തെങ്കിലും തട്ടി മുറിഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് ഊണ്ടെന്ന് പറയും. ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വലിയ പാടാണ്. അത് എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും അങ്ങനെ തന്നെയാണോ? ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് കൊണ്ടുപോകുന്നവർക്ക് കൂടുതലായിരിക്കും ഈ ഒരു സാധ്യത വരാനായിട്ട്. എല്ലാവർക്കും നമുക്ക് ഒരു ഷുഗർ ഉള്ള ഒരു 60-70 വയസ്സിൽ നല്ല രീതിക്ക് നടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ കൺട്രോൾഡായിരിക്കും. കൺട്രോൾഡ് അല്ലാത്തവർക്കാണ് ഈ ഒരു പ്രശ്നം വരിക. കാലിൽ ആണി പോലെ ചിലർക്ക് വരും കാലിനുള്ളിൽ. അപ്പോൾ ആണി നമ്മൾ ആദ്യം വിചാരിക്കും പെയിനെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് പോവായിരിക്കും എന്ന് വിചാരിക്കും. ഉള്ളിലെന്ത് ചെയ്യും, പഴുക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഒരു ഊണ്ടാവുന്നത്, വലിയ രീതിക്കുള്ള ഒരു മുറിവാവുന്നത്. അത് ഉണക്കിയെടുക്കാൻ വലിയ പാടാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ് പറ്റില്ല. അതുകൊണ്ട് അതാണ് ഒരു പ്രധാന കോംപ്ലിക്കേഷൻ. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചാൽ ഈ ഞരമ്പിനെ റെജുവിനേറ്റ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സുകളുണ്ട്, വൈറ്റമിൻ B12 പോലുള്ള സപ്ലിമെൻറ്റ്. അതൊക്കെ എടുക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്കിതിനെ തടയാൻ കഴിയും. പക്ഷേ ഡാമേജ് വന്നതാണ്. അതുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കണം. പക്ഷേ ഇത്രയും പെയിൻ സഹിക്കേണ്ടി വരില്ല. അതിനും പെയിൻ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ B12 സപ്ലിമെൻറ്റുകളുണ്ട്, നെർവ് സെഡേറ്റീവ് ആയിട്ടുള്ള സപ്ലിമെൻറ്റുകളുണ്ട്. അത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ആശ്വാസം വരും. പക്ഷേ പഴയതുപോലെ ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് വരുന്ന ഡാമേജ് കിഡ്നി ഡാമേജ് ആണ്, അറിയാമായിരിക്കുമല്ലോ. കിഡ്നി ഡാമേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ അരിപ്പകളാണ് നെഫ്രോൺസ്, അതിന് ഷുഗർ ബാധിക്കും. ആദ്യം നമ്മൾ കണ്ടു തുടങ്ങുന്നത് യൂറിനിൽ പതയായിരിക്കും, മൂത്രത്തിൽ പത. രാത്രിയിലൊക്കെ കൂടുതൽ യൂറിൻ പോകാനുള്ള ടെൻഡൻസിയും മൂത്രത്തിൽ പത തങ്ങി നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല, ക്ലോസറ്റിൽ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ പോയിട്ട് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ യൂറിൻ ടെസ്റ്റിൻ്റെ പേര് മൈക്രോ ആൽബുമിൻ സ്പോട്ട് എന്നാണ്. അതായത് പ്രോട്ടീൻ ലീക്കേജ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് മൈക്രോ ആൽബുമിൻ സ്പോട്ട്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് ഉള്ളവർക്കാണ് ഇതുപോലെ പ്രോട്ടീൻ ലീക്ക് ആവുന്നത്. അല്ലെങ്കിൽ അതോടൊപ്പം കിഡ്നിക്കും ഡാമേജ് വന്ന് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇതുപോലെ കാണുന്നത്, പത കാണുന്നത്. ഈ പ്രമേഹം ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലഡിലാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നത്, അതോ ഫസ്റ്റ് നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷമാണോ നമുക്ക് അറിയാൻ പറ്റുന്നത്? ആദ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്യാം. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഫാസ്റ്റിംഗ് ഷുഗറും അതുപോലെ തന്നെ HbA1c നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ലാബിൽ പോയി സിമ്പിളായിട്ട് പറയാമല്ലോ, ഡോക്ടറിനെ കാണണമെന്നൊന്നുമില്ല. HbA1c എനിക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവർ ചെയ്യും സെൽഫായിട്ട് തന്നെ. ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നോക്കുക. അത് നമുക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം നമ്മളെ പ്രമേഹം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ. അത് കണ്ടുപിടിച്ചിട്ട് അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പതയൊക്കെ കാണുന്നുണ്ട്, കാലിൽ നീര് ചിലർക്കൊക്കെ കാണാറുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യണം. അത് യൂറിനിൽ ചെയ്യാനുള്ളതാണ്. കാലിൽ നീര് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ അത് കൂടുതൽ. പിന്നെ അമിത വണ്ണമുള്ളവർക്കൊക്കെ കാലിൽ നീര് കാണാറുണ്ട്, അത് വേറെ കണ്ടീഷനാണ്. പതയും അതിനോടൊപ്പം നീരൊക്കെ ഉണ്ടെങ്കിൽ അത് കിഡ്നി ഡാമേജ് എന്നാണ് അർത്ഥം. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. RFT എന്ന് പറയും. അതിനകത്ത് ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, പൊട്ടാഷ്യം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അതിൽ ക്രിയാറ്റിൻ എന്തെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് കിഡ്നി ഡാമേജ് ആണെന്നാണ് അർത്ഥം. പിന്നെ സ്കാനുകളൊക്കെ അവൈലബിൾ ആണ്. കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പ്രമേഹം ഒരു 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഞാനിത് പറയുന്നത്. നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടയാനാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ രഞ്ജിതാസ് ക്ലിനിക്കിൽ ഇതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന്. യെസ്,
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, HbA1c നമുക്കൊരു 9-നും താഴെയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇൻസുലിനും മരുന്നുകളും ഒക്കെ നിർത്തി നമുക്ക് ഡയറ്റിലും എക്സസൈസിലും ഇത് ക്ലിയറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്, ക്ലിയറാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉടനെ നമുക്കൊന്നും ഇൻസുലിനൊന്നും നമുക്ക് നിർത്തിത്തരാൻ കഴിയില്ല, അത് ഓപ്പണായിട്ട് പറയാമല്ലോ. നമുക്ക് മെല്ലെ മെല്ലെ നമ്മൾ ഡയറ്റും എക്സസൈസും കൊണ്ടുവന്നതിന് ശേഷം ഈ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ടാപ്പർ ചെയ്ത് നമുക്ക് നിർത്താനേ കഴിയുള്ളൂ. അപ്പോൾ നമ്മളോടൊപ്പം നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് അതുപോലെ ഡയറ്റും എക്സസൈസും ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാഡം, ഈ പ്രമേഹം ബാധിച്ചവർക്ക് പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെത്രത്തോളം സത്യമാണ്? ശരിക്കും പറഞ്ഞാൽ പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ആപ്പിളോ ഒരു പേരയ്ക്കൊക്കെ ഡെയിലി 2 പഴങ്ങൾ നമുക്ക് സേഫായിട്ട് തന്നെ കഴിക്കാം. പിന്നെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒത്തിരി പഴുത്ത പഴങ്ങൾ, അതായത് ഒത്തിരി പഴുത്ത പപ്പായ, പൈനാപ്പിൾ, അതുപോലെ തന്നെ ഓറഞ്ച് അല്ലെങ്കിൽ ഏത്തമ്പഴം ഒത്തിരി പഴുത്തത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കണ്ടന്റ് അതിൽ കൂടുതൽ ചെയ്യുന്നത്, അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും. അതുകൊണ്ട് അത്രയും പഴുത്ത പഴങ്ങളോട്ട് പോകാണ്ട് ഒരു ഇടത്തരം പഴുത്ത പഴങ്ങൾ കഴിക്കാം. പിന്നെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഈ ചക്കപ്പഴവും മാമ്പഴവും ഒക്കെയാണ്, അതിൽ നല്ല രീതിക്ക് ഗ്ലൂക്കോസ് കൂടുതലാണ്. അതുകൊണ്ട് മാമ്പഴമൊക്കെ നമുക്ക് കൊതിക്ക് വേണമെങ്കിൽ ഒരു 1-2 പീസ് കഴിക്കാമെന്നല്ലാതെ ഒറ്റയടിക്ക് ഒരു മാമ്പഴം 2 മാമ്പഴം ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് വളരെ കൊതിയാണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ട് ഒരു പീസ് ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു പീസ് രാത്രിയിൽ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാമ്പഴം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, ഷുഗർ ഒരു ഹൈക്ക് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഒത്തിരി പഴുത്ത പഴങ്ങൾ ഒഴിവാക്കി ഇടത്തരം പഴുത്ത പഴങ്ങൾ കഴിക്കാം. സേഫായിട്ട് 2 പഴങ്ങൾ വരെ നമുക്ക് ഡെയിലി കഴിക്കാം. ഒരു ആപ്പിൾ, ഒരു പേരയ്ക്ക, അല്ലെങ്കിൽ ഒരു 12 മുന്തിരിങ്ങ, അങ്ങനത്തെ രീതിയിൽ കഴിക്കാം. പച്ചച്ചക്ക കഴിക്കുന്നത് നല്ലതാണ്? പച്ചച്ചക്കയ്ക്ക് കുഴപ്പമില്ല, പച്ചച്ചക്ക കഴിക്കാം, സേഫായിട്ട് കഴിക്കാം. മാഡം, ഈ പ്രമേഹ രോഗം ബാധിച്ചവരിൽ കൂടുതലായും കാഴ്ചശക്തി കുറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? പ്രമേഹം ബാധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോംപ്ലിക്കേഷൻ നമ്മുടെ കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്ന പോലെ തന്നെ കണ്ണിലെ ഞരമ്പുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പ്രമേഹം. അതാണ് തിമിരം എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ സർജറീസ് ഒക്കെ ചെയ്ത് കിടക്കുന്നു. അങ്ങനെ ഈ പ്രമേഹം ബാധിച്ചവർക്ക് മാത്രമാണോ തിമിരം വരാനുള്ളത്? അല്ല, കൂടുതലും പ്രമേഹമുള്ളവർക്കാണ് തിമിരം വരാനുള്ള സാധ്യത വളരെയേറെ. ശരിക്കും പറഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ റെഗുലറായിട്ട് ഐ ചെക്കപ്പ് ചെയ്യണം. ചെയ്തിട്ട് തിമിരമില്ല, കണ്ണിൻ്റെ വിഷൻ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പിക്കുക. നമുക്കൊരു സിംറ്റമായിട്ട് തോന്നുന്നത് ആദ്യം ഒരു ബ്ലേർഡ് വിഷൻ ആയിരിക്കും, അതായത് നമുക്കൊരു എന്താ പറയുക, ഒരു മഞ്ഞപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കണ്ണ് മങ്ങുന്ന പോലെയുള്ളൊരു ഫീലായിരിക്കും നമുക്ക് ആദ്യം തുടക്കത്തിൽ ഇത് തോന്നുക. അപ്പോൾ നമ്മൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പോയി നിൽക്കുന്നത് ഈ ഒരു സർജറിയിലായിരിക്കാം. സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആദ്യമേ തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഐ ടെസ്റ്റ് ചെയ്യുക. ഷുഗർ കൺട്രോളിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. മാഡം, മാഡത്തിൻ്റെ ക്ലിനിക്കിൽ, അതായത് ഡോക്ടർ രഞ്ജിതാസ് ക്ലിനിക്കിൽ പ്രമേഹത്തിന് വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ഇതൊരു ലൈഫ് സ്റ്റൈൽ ക്ലിനിക്കാണല്ലോ. അപ്പോൾ നമ്മൾ യാതൊരുവിധ അലോപ്പതി മരുന്നുകളൊന്നും കൊടുക്കാണ്ട് കുറച്ച് സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ ചിട്ടയായൊരു ഭക്ഷണ രീതിയുണ്ട്, ഒരു ഭക്ഷണക്രമം. നമുക്ക് വേണ്ടിയൊരു ചാർട്ടുണ്ട്. ആ ഒരു ചാർട്ടും ചെയ്യാനുള്ള എക്സസൈസുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്ലിനിക്ക് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഇവിടെ ആയുർവേദം നാച്ചുറോപ്പതിയാണ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അതിനെപ്പോലെ തന്നെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകൾ, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനത്തെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പഞ്ചകർമ്മ തെറാപ്പീസ്, മസാജൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൂടുതലായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, HbA1c ഒരു 9-ന് താഴെ വരെ നമുക്ക് മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ലാതെ പൂർണ്ണമായിട്ടും പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ HbA1c വന്നിട്ട് 13 അപ്പം നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പുള്ളിക്ക് 45 വയസ്സേ ഉള്ളൂ, ആൾ വളരെ യങ്ങാണ്. പക്ഷെ പെട്ടെന്ന് പുള്ളി ശോഷിച്ചു പോയി, പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വന്നു, മെലിഞ്ഞു പോയി. അപ്പോൾ അത് റാപ്പിഡായിട്ട് എന്താ ഇങ്ങനെ വെയിറ്റ് ലോസ് വരുന്നതെന്നുള്ള അന്വേഷിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾ ടെസ്റ്റുകൾ വിട്ടു. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് കിഡ്നി ഫംഗ്ഷൻ നോക്കും, ലിവർ ഫംഗ്ഷൻ നോക്കി, അതുപോലെ തന്നെ കൂടെ HbA1c നോക്കി. അന്നേരം HbA1c ഭയങ്കര കൂടുതലല്ല, 13-ന് മേലെ 13.5 എന്നുള്ള രീതിയിൽ നയിക്കണം. അതൊരു ഡേഞ്ചർ സ്റ്റേജ് അല്ലേ? അതെ, നമ്മളെ നല്ലൊരു ഡേഞ്ചർ സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെയാണ്, ഇത്രയും കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു മെലിഞ്ഞു പോയത് ആൾ. കാരണം വെച്ചാൽ മസിൽ മൊത്തം പോവാണ്. നമുക്ക് എന്താ ഊർജ്ജം കറക്റ്റായിട്ട് ബോഡിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ മസിൽസിനാണല്ലോ നമ്മൾ ഈ
ഊർജ്ജമൊക്കെ ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഊർജ്ജത്തിനെ എടുത്ത് ബോഡി എടുത്ത് ഡൈജസ്റ്റ് ചെയ്യും, ദഹിപ്പിക്കും. അങ്ങനെ നമുക്ക് മസിൽ ഫ്ലാബി ആവും, മസിൽ തൂങ്ങും, മസിൽസിൻ്റെ സ്ട്രെങ്ത് പോവും, നമ്മൾ മെലിയാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തു, നമ്മൾ പറഞ്ഞു ഓക്കെ ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പുള്ളി അത് കറക്റ്റായിട്ട് ചെയ്തത് കൊണ്ട് 2 monthsനുള്ളിൽ ആ ഒരു HbA1c നമുക്ക് 8.5 കുറയ്ക്കാൻ കഴിഞ്ഞു. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് 1 മണിക്കൂർ നടക്കാൻ പോകുമായിരുന്നു. നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് പറഞ്ഞു കൊടുത്തു. മസിൽ പോയ മസിൽസ് വരണം എന്നുണ്ടെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താലേ നടക്കുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്തു, അത് പുള്ളി ചെയ്തു പ്രോപ്പറായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഡംബൽസ് കാര്യങ്ങളും സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പുള്ളിക്ക് മസിൽ റീഗെയിൻ ആയി. മെല്ലെ മെല്ലെ പഴയ വെയിറ്റ് തിരിച്ചു വന്നു. പിന്നെ ഡയറ്റ് നമ്മൾ പറഞ്ഞ രീതിക്ക് പുള്ളി പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടി. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അനിമൽ സോഴ്സും പ്ലാന്റ് സോഴ്സും, ചിക്കൻ, മീൻ, മുട്ടയുടെ അളവൊക്കെ കൂട്ടി. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, കടല, പരിപ്പ്, പയർ, അങ്ങനത്തെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൂട്ടി. അതൊക്കെ ഇട്ടിട്ട് ഒരു ഡയറ്റ് ഉണ്ട്. ആ ഒരു ഡയറ്റിൻ്റെ നല്ല രീതിക്ക് കൺട്രോളാക്കി ഷുഗറിനെ. ഈ സപ്ലിമെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് ഡാമേജ് ഒന്നും വരില്ല അല്ലേ? ഒരിക്കലുമില്ല. സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ആവശ്യമുള്ള വൈറ്റമിൻസ് ആണ്. അത് കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഓർഗൻസിന് ഫങ്ഷൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അവയവങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് അവയവങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓരോ കോശങ്ങൾക്കും നമുക്ക് ഓരോരോ രീതിയിലാണല്ലോ പ്രവർത്തനം. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ് കൊടുക്കുന്നത്. ഇത്രയും നേരം പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഡോക്ടർ രഞ്ജിത മേഡത്തിനും രഞ്ജിതാസ് ലൈഫ് സ്റ്റൈൽ ക്ലിനിക്കിനും എല്ലാവിധ ആശംസകളും നേരുന്നു.